ഹലോ, ഇത് ഞാൻ മലമ്പുഴയ്ക്ക് പോണൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരത്തെയൊക്കെ എണീറ്റത് കൊണ്ട് എനിക്ക് കുറച്ച് ദേഷ്യവും വിഷമവും അങ്ങനെയൊക്കെ പോലെ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ മുടിയൊക്കെ ഈരി മലമ്പുഴയ്ക്ക് പോകാൻ പോവാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മലമ്പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ മലമ്പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ബില്ലോ. ഇത് എൻ്റെ ചേച്ചിയും മാമയൊക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ കൂടെയാണ്, നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ കുറേ പേരും കൂടി ഉണ്ട്. അവർ വേറെ കാറിലാണ് വരുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ ഹൈവേയിൽ എത്തിയപ്പോൾ നിർത്തി, കാരണം ഈ കാറിൽ AC ഇട്ടു, എനിക്ക് പറ്റാണ്ടായി. അപ്പോൾ മറ്റേ കാറിലാകുമ്പോൾ AC ഇടില്ല. അപ്പോൾ ഞാൻ മറ്റേ കാറിലേക്ക് കയറാൻ പോവാണ്. മറ്റേ കാറാണെങ്കിൽ വരണമില്ല. അങ്ങനെയാണ്. അവിടെ പിന്നെ 2 പേർക്ക് AC ഇടാൻ പറ്റി. AC അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഞങ്ങളെല്ലാവരും സെറ്റായിരിക്കുമല്ലോ അവിടെ. അപ്പം ഞാൻ ആ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാറാണെങ്കിൽ വരണമില്ല. കുറേ നേരമായി ഞാൻ നോക്കിയിരിക്കണു. എന്നിട്ട് നമ്മളങ്ങനെ കുറേ നേരമൊക്കെ നോക്കി നിന്നു. അങ്ങനെ നമ്മൾ ആ കാറിലൊക്കെ കയറി. ആ കാറിൽ കയറുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തി ഫുഡ് കഴിക്കാൻ. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനാണല്ലോ ഇറങ്ങിയത്. അപ്പം എല്ലാവരും കൂടിയിട്ട് ഇവരൊക്കെ ആയിരുന്നു കേട്ടോ ആ കാറിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എൻ്റെ ഉണ്ണിയും ചേച്ചിയെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അവളുടെ അടുത്ത് അങ്ങനെ ഓരോന്നും ചോദിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് കേട്ടോ. ഇവിടെ ഹൈവേയിലുള്ള ഒരു കടയിലാണ് കയറിയത്. എൻ്റെ ഉണ്ണിയാണെങ്കിൽ കയറി പോവാ. അവൾക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ എല്ലാവർക്കും വേണ്ടത് പറഞ്ഞു. ഞങ്ങളവിടെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും വീണ്ടും അവിടേക്ക് പോകണം തോന്നാം. നല്ല രസമുണ്ടായിരുന്നു മലമ്പുഴ. അപ്പോൾ നിങ്ങൾ പോകണമെങ്കിൽ കമൻറ്റ് ബോക്സ് ബില്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ നായക്കുട്ടി മരിച്ചുപോയി. അപ്പം മരിച്ചുപോയതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് നെട്ടിയിരിക്കുന്ന എൻ്റെ മുഖം. അയ്യോ, ചേച്ചിയുടെ പറച്ചിൽ കഴിഞ്ഞ് കുറേ കണ്ടോട്ടോ ഫുഡ് എത്തിയത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ മസാല ദോശയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മസാല ദോശയാണ് ഇഷ്ടം. ഞാൻ പൂരി എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മസാല ദോശ പറഞ്ഞു. ഞങ്ങളെല്ലാവരും മസാല ദോശ കഴിച്ച് ഇറങ്ങി. അവൾക്ക് എന്തോ മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ടാണ് അവൾ അതിൻ്റെ ഒരു തുള്ളിച്ചാട്ടത്തിലാണ് കുട്ടി. അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും ചേച്ചിയും അവിടെ കൈ കഴുകാൻ നിൽക്കാട്ടാ. ഇവരപ്പം ഇങ്ങോട്ട് ഓടിപ്പോന്നു. എന്നിട്ട് ഞങ്ങൾ ഇവരെ തപ്പി നടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നെയും ചേച്ചീനെയും കാത്തിക്കാട്ടോ. ഇവർ 2 പേരും ഞങ്ങൾ വന്നാലേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങളെ കാത്തിക്കാണ് ഇവർ. ഡൂട്ടു ആണെങ്കിൽ മറ്റേ സ്റ്റെപ്പിൻ്റെ മേലെ കൂടെ കയറും, ഇവിടെ കൂടെ ഇറങ്ങും. അതിൻ്റെ മേലെ കൂടെ കയറും, ഇവിടെ കൂടെ ഇറങ്ങും. എന്നിട്ട് കുറേ ചീത്തക്കളൊക്കെ കേൾക്കുന്നുണ്ട്. രസമായിരുന്നു കേട്ടാ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങി. എന്നാലും ഞാനും ചേച്ചി ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനും ചേച്ചി എവിടെ പോയി കിടക്കണത്. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങൾ കാർ വീണ്ടും കരയിൽ കയറാൻ പോവാണ്. കാരണം പോകേണ്ട സമയമായല്ലോ, മലമ്പുഴ എത്തണ്ടേ. നമ്മൾ കാറിൽ കയറി ആൻറ്റിയൊക്കെ കയറി കേട്ടോ. പക്ഷെ ഞാൻ അവിടെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്.
എന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഈ കാറിൽ AC ഇട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്കില്ല കുഴപ്പമില്ല, പക്ഷേ ചേച്ചിക്ക് ഈ കാറിൽ AC ഇട്ട് പറ്റില്ല. ഞങ്ങളുടെ കാറിലേ പറ്റുള്ളൂ. ചേച്ചി ഞങ്ങളുടെ കാറിലും ഞാനും ആൻറ്റിയും കൂടിയൊക്കെ ഈ കാറിൽ കയറാണ്ട്. അപ്പോൾ ചേച്ചീനെ ഞാൻ വിളിക്കണതാണ് ആ കാറിലേക്ക്. ചേച്ചിയാണെങ്കിൽ അയ്യോടി നീ ഇവിടേക്ക് വാടി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ ആൻറ്റിയുടെ കൂടെ ഈ കാറിൽ കയറി. ആൻറ്റി ഉണ്ടല്ലോ. ചേച്ചിയാണെങ്കിൽ മറ്റേ കാറിലും കയറി. അങ്ങനെ ഇവർ കാറിൽ കയറി നിൽക്കണം. അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ മലമ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള വഴി കൂടെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവരുടെ പിന്നിലാണോ മുമ്പിലാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം അങ്ങനെ കാട് വഴി കൂടിയൊക്കെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രണ്ട് സൈഡിലും കാടൊക്കെ പോലെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഒതുക്കി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ വീണ്ടും വണ്ടി എടുത്തു. നമ്മളല്ലാട്ടി വരും, ഞങ്ങളൊക്കെ അപ്പുറത്താറിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആ വഴിയൊക്കെ കടന്നിപ്പോൾ നമ്മൾ വേറെ വഴിക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലമ്പുഴ ഏകദേശമൊക്കെ എത്താറായ പോലൊക്കെ ഉണ്ട്. കണ്ടില്ല ഡ്രസ്സിലാണ് അപ്പോഴ അതാണ് ഗൈസ് മലമ്പുഴ. എനിക്ക് തെറ്റിപ്പോയി. അപ്പോഴായിരുന്നു മലമ്പുഴ. ഓക്കെ, അങ്ങനെ നമ്മൾ വളഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരായിട്ട് അവസാനം വന്നിട്ടുണ്ടായിരുന്നു. അതല്ലേ ഞങ്ങൾ സോറി തെറ്റിപ്പോയി. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോയിട്ട് അങ്ങനെ വളയോട്ടാ. അങ്ങനെ നമ്മൾ മലമ്പുഴയുടെ ഒരു മുക്ക് കണ്ടു, മുക്കും മൂലയൊക്കെ കണ്ടു. നമുക്ക് അതിൻ്റെ അകത്ത് കയറണം. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്കാട്ടോ പൊയ്ക്കൊണ്ടിരിക്കണത്. മലമ്പുഴയുടെ അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ്ട് അവിടെ ആട്ടോ ഞങ്ങൾ പാർക്ക് ചെയ്യുന്നത്. യെസ്, ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളെ ഇവിടെ വെച്ചിട്ടൊരു പാമ്പിനെ കണ്ടു. പാമ്പ് ഞങ്ങളിങ്ങോട്ട് വരണ വഴിക്കൊരു പാമ്പിനെ കണ്ടു. ഞങ്ങൾ പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ അകത്തേക്ക് കയറാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കാല് വെച്ചിട്ടില്ല, കയറാൻ പോണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ട് കയറി. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരാൾ പോയി കണ്ണാടിയും വാങ്ങിയിട്ടു. ഞാനത് വെച്ച് നോക്കിയതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പേ ഒക്കെ ചെയ്ത് നമ്മളകത്ത് കയറാൻ പോവാണ്. കോടയൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ഇനി നമുക്ക് പാർട്ട് 2 കാണാം കേട്ടോ. ബൈ.